ആരാ പപ്പ? ഓ എന്റെ ഒരു ബന്ധുവാണ് മോളെ. അവര് വന്ന് കണ്ടിട്ട് പോട്ടെ, എനിക്കും കാണാലോ. നീ കണ്ടിരിക്കേണ്ട എന്റെ പൊന്നു മോളെ, വരുന്നതും കാണുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരെ മേയ്ക്കാൻ ഇത്തിരി പാടാ. പിന്നെ ചുമ്മാ ഓരോന്ന് പറയില്ല. എന്തോന്ന് ചുമ്മാ? പിന്നെ അയ്യാ, സൂസനെ പറ്റി എനിക്കറിയാമോ, നിനക്കാണോ കൂടുതൽ അറിയാവുന്നത്? ഇപ്പൊ അവരെത്ര കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ, അവരെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആളുകളെ തമ്മിൽ അടുപ്പിക്കുക, തമ്മിൽ തെറ്റിക്കുക, അതാണ് അവരെ പ്രധാന പരിപാടി. പിന്നെ അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് അവൾ അറിയാവുന്നതല്ലേ. നമ്മുടെ ആ കടുത്തുരുത്തിയില് സ്റ്റീഫനും ഭാര്യയും തമ്മിൽ എങ്ങനെയാ പിരിഞ്ഞത്? ഇവൾ അവിടെ പോയി താമസിച്ചു. 3-ാം ദിവസം അവന്റെ ഭാര്യ അവനെ വീട്ടിലേക്ക് പോയി. പിന്നെ അതൊന്നുമല്ല, അതെന്തോ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ അവിടെ പ്രശ്നം ഉണ്ടായി. അല്ലാണ്ട് ഇവര് സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ആ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്യിപ്പിച്ച് തമ്മിൽ തെറ്റിപ്പിച്ചതാരാ? ഇവള് അല്ലവനാര്? പിന്നെ അങ്ങനെയൊന്നും പ്രാവശ്യം ഞാനും ഉള്ളവരിക്കും. അതാണ്. ഇരിക്കാൻ എത്ര നാളായി സൂസമ്മയെ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞ വർഷങ്ങളായി. കാണാത്ത നന്നായി. എന്തേ നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല. അല്ലാണ്ടി അത് പപ്പയ്ക്ക് അങ്ങനെ കാണാതെ ഇരുന്ന പപ്പ പിടങ്ങും. ഓ, എനിക്കിവിടെ ആരോടും പിണക്കൊന്നുമില്ല. ആണോടാ? അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ പണങ്ങേണ്ടത്? നീ എത്ര നാളായി എന്നെ വിളിച്ചിട്ട്? എടേ, ഞങ്ങള് രണ്ടുപേരും ഒരേ ക്ലാസ് പഠിച്ചതാ, അതറിയോ നിനക്ക്? കുഞ്ഞു പ്രായത്തിലുണ്ടല്ലോ, ഞാനില്ലാത്ത ഒരു സ്ഥലത്ത് ഇവൻ പോകത്തില്ല. ആര്? ഞാനാ? നീ പണ്ടത്തെ കാര്യം മറന്നുപോയോ? അയ്യോ, ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഇവന്റെ ഒരു തമാശ. ഇവൻ എന്നെ നോക്കി സൂസമ്മേന്ന് മൊത്തം വിളിക്കത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായിരുന്നല്ലോ പഠിച്ചേ. ഇവന്റെ നോട്ട്സ് മൊത്തം എഴുതി കൊടുക്കുന്നത് ഞാനാ. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയത്. അതുകൊണ്ടാണ് പപ്പ പരീക്ഷ ജയിച്ചെന്ന് പറയുന്നത്. ഇവ തമാശ പറയുന്നതാണെന്ന്. നീ മടിയനായിരുന്നില്ല അന്നേരം അല്ലേ? ലോക മടിയൻ. എനിക്ക് ഇപ്പോഴും എല്ലാം ഓർമ്മയുണ്ട്. ഇവന് പാർട്ടി ചേരണമെന്ന് പറഞ്ഞപ്പോഴേ ഞാനാണ് പോയി ഇവന് പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു കൊടുത്തത്. ആര്? എന്റെ അപ്പന്റെ അടുത്ത് നീ പറഞ്ഞെന്നാ? അതെന്തേ? ആ സമയത്ത് നീ ഇവിടെ അല്ലല്ലോ, കുവൈറ്റിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആണോ? ഞാൻ കുവൈറ്റിലായിരുന്നു. പിന്നല്ലാതെ അന്ന പോട്ടെ, അതങ്ങ് വിട്ടുകളാ. നീ പാർട്ടിയിലെ വലിയ ആളായപ്പോ നീ എന്നെ ഒന്ന് അറിയിച്ചോടാ. നീ ഒന്ന് വിളിച്ചോ എന്നെ ഇതുവരെ? അല്ല, എന്തിനാ ഇപ്പൊ ധൃതിപ്പെട്ടി ഇങ്ങോട്ട് വന്നത്? നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ. എന്റെ വന്നൂടെ? ഓ, ലാഭം ഇല്ലേ? ഇത്ര കാലായി കണ്ടിട്ട്. അല്ല, കണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങോട്ട് നോക്കെന്നെ. നിന്റെ കല്യാണത്തിന് നീ എന്നെ വിളിച്ചായിരുന്നോ? അല്ല, കല്യാണത്തിന് വിളിക്കാൻ ഇവിടെ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അയ്യോ, അത് ഓർമ്മയുണ്ട്. അത് ഓർമ്മിപ്പിക്കല്ലേ. നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമ്മുടെ കുടുംബ വീട്ടിൽ വെച്ച് കണ്ടതല്ലേ? അന്ന് എനിക്കൊരു സാരി കൊണ്ടുവന്നാണ്. അതാ ഞാൻ പറയാൻ പോയത്. ഇവള് മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട്. സാരി കൊണ്ടുവന്ന് പച്ച കളറുള്ള സാരി. എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയില്ലല്ലോ. പിന്നെ എനിക്ക് ഈ കുട്ടി ഒന്നും മറന്നിട്ടില്ല. നന്ദിയില്ലാത്തവനാ, നന്ദിയില്ലാത്തവൻ.